ടു 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 ടു. നമസ്കാരം മിത്രങ്ങളെ, വെൽക്കം ബാക്ക് ടു മൈ കുഞ്ഞു വ്ളോഗ്. ഗൈസ്, അങ്ങനെ ഇന്ന് ഞാനും ഉണ്ണിയും കണ്ണനും കൂടെ കുറെ നേരം കൊണ്ട് ഡിസ്കഷനിലായിരുന്നു. എവിടെയെങ്കിലും പോവാം. അങ്ങനെ നമ്മൾ കുറേ സ്ഥലം ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഒരു സ്ഥലം കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് പോയിട്ട് കുറേ നാളായി. കുഞ്ഞിലെന്തോ പോയതാണ്. ട്രിവാൻഡ്രം സൂ. നല്ല ബെസ്റ്റ് സ്ഥലം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഗൈസ്, സൂവിനകത്ത് പോയിട്ട് കുറേ നാളായി ഗൈസ്. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലായിരിക്കും. അതിനകത്ത് കുറച്ച് തണലൊക്കെ കാണും. ഇവിടെ പയ്യെ നിന്നിട്ട് ഈവനിങ് ആകുമ്പോൾ കോവളത്ത് പോയി കുളിക്കാമെന്നാണ് പ്ലാൻ. കോവളത്ത് പോയി കുളിച്ചിട്ടും കുറേ നാളായി. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം സൂ കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ട് നിങ്ങൾ എങ്കിൽ എൻ്റെ വ്ളോഗിലൂടെ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ സൂവിൻ്റെ നിലവിലെ അവസ്ഥ ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പം നമുക്ക് അവരിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഞാൻ സൂ കാണിച്ചു തരാം. ഫ്രഷ് അല്ലേ? ഫ്രഷ്. നമ്മളങ്ങനെ ഇറങ്ങി കണ്ട അവിടെ നിൽക്കുകയാണ്. ഞാൻ അവിടെ പോയിട്ട് വരാം ഗൈസ്, കാരണം ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. എടുത്താ പെർഫ്യൂം അവിടെ ഗൈസ്. ഇതാണ് നമ്മുടെ റോക്കറ്റ്. കേറ്. എടാ നില്ല്, എടുക്കൂല, ബാക്കിൽ വേടാ പൊട്ട. ഒറ്റടിക്ക് സ്റ്റാർട്ടായിടാ ഇന്ന്. ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഇനി ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റിന് എത്രയാണോ അറിയില്ല. മൃഗശാലയ്ക്ക് മാലയൊക്കെ ഇട്ടേക്കണം ഗൈസ്. ഇങ്ങോട്ടാണ് ഗൈസ്, ആർട്ടിലോട്ട് പോകണം. നമ്മൾ ആർട്ടിലോട്ടല്ല പോകണം, നമ്മൾ സൂയിലോട്ടാണ് പോകണം. സൂ നമുക്ക് ഇനിയും ഉണ്ട്, കുറച്ച് 200 മീറ്റർ ഉണ്ട് നടക്കാൻ. നല്ല വെയിലുണ്ട് ഗൈസ്. കണ്ണനെ പറഞ്ഞു വിട്ടു ഗൈസ് ടിക്കറ്റ് എടുക്കാൻ. കാരണം ടിക്കറ്റ് എടുത്തിട്ട് വരണം ഗൈസ്. ഗൈസ്, ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 40 രൂപ. പണ്ട് 20 രൂപ 10 രൂപ എന്തോ ആയിരുന്നത്, ഇപ്പോൾ ഇത് 40 രൂപയാണ്. അപ്പോൾ ഇനി സൂയിലോട്ട് വരുന്നവർക്ക് 40 രൂപ ആയിരിക്കും ടിക്കറ്റ്. 40 രൂപ ഇതൊക്കെ ടിക്കറ്റ് കയറി സൂവിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു. ഇവിടെ ഫുള്ള് തണലുണ്ടോ? വെയിലില്ല കേട്ടോ അത്രയും. നമ്മൾ കയറിയിട്ട് ജീവിയല്ല മൃഗം. ഇതിന്റെ പേരെന്തോടാ? എടാ സിംഹവാലൻ. ഞാൻ വരാം. ഇത് ബൈസണാളിയാ. ഗൈസ്, കണ്ട രണ്ടാമത്തെ കറി എന്തോ പണിയിലാണ് ഗൈസ്. ഇതാണ് കാട്ടുകോഴി എന്നാണ് ഇവിടെ ബോർഡ് വെച്ചേക്കടാ. അല്ല, ബോർഡ് വെച്ചേക്കട് അവിടെ. വർക്ക് ഇൻ പ്രോഗ്രസ്. ഇത് മൃഗങ്ങളൊക്കെ എവിടെ പോയി ഗൈസ്? ഇതിനകത്തുള്ള ഇവിടെ കൂട് മാത്രമേ ഉള്ളൂ ഗൈസ്. ഇവിടെ ആരുമില്ല. This way. ഒരു കാര്യം ചെയ്യ്, നീ ആ ഡിസ്പ്ലേ നീ അതിന്റെ വീഡിയോ എടുത്തു. ഇതാണ് ഇവിടുത്തെ മാപ്പ്. നീ ഇതിന്റെ വീഡിയോ അല്ലേ ചോദിച്ചത്? ഗൈസ്, ഇവിടെ വൃക്ഷങ്ങളും ഉണ്ട്. ഞാൻ ഇതുവരെ ഇത് വൃക്ഷങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എലിച്ചു ഇഷ്ടംപോലെ വൃക്ഷങ്ങളുണ്ട് ഗൈസ്. ഇവിടെ റയർ വൃക്ഷങ്ങൾ എന്നാണ് പറയുന്നത്. ഇവിടെ എന്തോ കഴിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. ഇതാണ് ഹിമാലയൻ കഴുകൻ. ഹിറ്റ് 3 മൂവിയിൽ
നാനിയുടെ മൂവിയിലൊരു കഴുകുണ്ട്, അത് ഇതല്ല, അത് കറുത്ത കഴുകുന്നു, പക്ഷെ ഇതേപോലെ തന്നെ ഇരിക്കണം. ഡേഞ്ചറസ്. കൊക്കിനിവിടെ ക്ഷാമമൊന്നുമില്ല, കൊക്ക് ഇഷ്ടം പോലെ ഉണ്ട്. നിറയുണ്ടല്ലേ? അല്ല, ഓരോ സ്പീഷീസ്. അതെ അതെ അതെ, വന്യജീവി സങ്കേതിക. ഇത്രയും അധികം കൊക്കുകളുണ്ട് ഇവിടെ. പിന്നെ പള്ളിച്ചട്ട കുടുംബം ഇതെല്ലാം വായിക്കണം. എല്ലാം കൊക്കുവരെ തന്നെ ഇരിക്കണം. വിദൂരതയിൽ കിടക്കുന്നതാണ് നീർനായ. ഫോട്ടോയിൽ വെള്ള കളറായിരുന്നല്ലടാ നീർനായ. പിക്ചറിലൂടെ വെച്ചിരുന്ന വെള്ള കളറായിരുന്നു നീർനായ. പന്നിക്കരടി, തേൻകരടി. അയ്യോ, ഗുഹയ്ക്കകത്താണ് കണ്ണാ. ഗുഹയിലാണ്. ഗുഹയിലായിരിക്കും. കാണുന്നില്ല ഗൈസ്, കരടിയെ കാണാനില്ല. ഇവിടെ ഹിമാലയൻ കരടിയും കണ്ടില്ല, തേൻ കരടിയും കണ്ടില്ല. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്, എല്ലാം തീർന്നിരിക്കുന്നു. മീൻസ് എല്ലാം പോയെന്ന് തോന്നുന്നു. ഇതെന്താണ് ക്യാരറ്റാ? ഇവിടെ ഒന്നുമില്ല, കുറെ മരങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിന്റെ ചുറ്റിന്. പിന്നെ കൂടിനകത്തൊന്നും ഒന്നുമില്ല. ഹിമാലയൻ കരടിയൊക്കെ കാണാൻ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഹിമാലയൻ കരടിയും കണ്ടില്ല, തേൻ കരടിയും കണ്ടില്ല. കാട്ടിലെ രാജാവിന്റെ ഏരിയ ആണ് കഴിച്ചത്, പക്ഷെ കാട്ടിലെ രാജാവിനെ കാണാനില്ല. എവിടെ എവിടെ എവിടെ? ഓ, അപ്പുറത്ത് കിടക്കുന്നു ഗൈസ്. സിംഹം പോയി കാണും. വയസ്സായല്ലോടാ. സിംഹത്തിന്റെ ബോർഡ് ഇവിടെയും സിംഹം അവിടെയും. ഇതെങ്ങനെ ശരിയാവും? സിംഹത്തിനെ കാണണമെങ്കിൽ അതുവഴി കറങ്ങി പോകണം. പക്ഷെ സിംഹം എന്ന് എഴുതിയ സ്ഥലത്ത് സിംഹം ഇല്ല. എല്ലാം പോയി ഗൈസ്, നമ്മുടെ സൂ നശിച്ചുകൊണ്ടിരിക്കും. ഇത് യമു അല്ലേടാ? മുടിയൊക്കെ കൊഴിഞ്ഞു തോന്നുന്നു. അങ്ങനെ ഒരു സാധനത്തിനെ അടുത്ത് കണ്ടിരിക്കുന്നു. ഇപ്പോ വെജിറ്റേറിയനാണ്. ഗൈസ്, അടുത്തത് റൈനോയെ കിട്ടിയിട്ടുണ്ട്. ഹായ് റൈനോ. പാവല്ലേ, എല്ലാം വെജാണെന്ന് തോന്നുന്നു. ഓ, മനസ്സിലായടാ. റൈനോയുടെ നോഷൻ എവിടെയല്ലടാ ഇത് പറഞ്ഞ? റൈനോയുടെ കൊമ്പ് ഇളകിപ്പോയി. എൻ്റെ ഇമാജിനേഷനിൽ റൈനോ ഇങ്ങനെയല്ലായിരുന്നു. പാവം ഗൈസ്, റൈനോയ്ക്ക് കൊമ്പില്ല ഗൈസ്. എവിടെ പോയത്? ഒടിക്കാൻ പോയതാണ്. അല്ല, ഏജ് ആണോ? അതായിരിക്കും ഒടിഞ്ഞത്. സാമ്പാർ ഡിയർ. സാമ്പാറിന് അതിൻ്റെ പേര്? എടാ, പക്ഷെ എല്ലാത്തിനും കൊമ്പില്ലടാ. കൊമ്പുള്ളതിൽ മ്ലാവ്. അങ്ങനെ കൊമ്പില്ലാത്തത് കലമാൻ, കൊമ്പുള്ളത് മ്ലാവ്. അങ്ങനെയാണ്ടാ? കൊമ്പില്ലാത്തത് കലമാനും കൊമ്പുള്ളത് മ്ലാവും. അത് സാമ്പാർ ഡിയർ. സാമ്പാർ ഡിയർ ഇതാണ് നമുക്കറിയാന്നുള്ള മാൻ. ഇതിന്റെ പേര് പുള്ളിമാൻ. ആവോടാ, ഇതിനെയാണ് കാട്ടിലെ സിംഹങ്ങൾ തിന്നുന്നത്. മാംസഭോജികൾ അങ്ങോട്ടാണ്. ലിയോപാഡ്, വൈറ്റ് ടൈഗർ, ബംഗാൾ ടൈഗർ, ലയൺ, ഹൈന. ഹൈന ഉണ്ടോ അവിടെ? ഇവിടെ പോടാ, റിയലടാ അത്. ലിയോപാഡ്. ലിയോപാഡ് റെസ്റ്റ് എടുക്കുന്നു.
ഓ പൂക്കി ജെൻസി ലിയോപ്പാട് ഗണേഷ് വെസ്റ്റ് ബംഗാൾ ടൈഗർ. ഗൈസ് ഫീമെയിൽ സിംഗം. സിംഹം. ഹായ്. ഏയ് ഗൈസ് ഉറങ്ങുകയാണ് ഗൈസ്. ഗൈസ് അത് ഹൈനയാണ് ഗൈസ്. വലിയ ടൈഗർ പക്ഷെ കാണാൻ പറ്റുന്നില്ല. എല്ലാരും ശല്യം കാരണം അകത്ത് കയറി കിടക്കണം എന്ന് തോന്നുന്നു. കടുവ ഇവിടെ കിടന്നുറങ്ങണം. മീറ്റ് ഫുള്ളും കഴിച്ചില്ല പക്ഷെ പത്താരം നോക്കൂ ഗൈസ്. അടിപൊളി. നീ കടുവയാണെങ്കിൽ എനിക്ക് എത്ര അത് എടാ വരണ്ടാ. എന്റെ പൊന്നെ എടാ നീ കടുവയാണെങ്കിൽ എനിക്ക് എത്ര. ഇത് റീലില് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് നേരിട്ട് കണ്ടത്. നോക്കിയാണ് കടുവേക്ക് അങ്ങ് കാട്ടില് കഴിക്കാൻ വേണ്ടെന്ന് ആലോചിക്കടാ. താരടാ ഇത്. റീലില് മാത്രമേ കണ്ടിട്ടുള്ളൂ. ശരിയാണ്. പൂച്ച സാരീസ് ഡിഫറെന്റ്. അത് വിഷയല്ലടാ, കമ്പനി ആയിരിക്കും. നിന്റെ ഫുഡൊക്കെ എടുത്തോണ്ട് പോണു. മാതിരി ധൈര്യം ചേട്ടനാണ്. എന്നാലും ഇത് പേടിക്കണ്ടേ? പേടിയൊന്നുമില്ല. പേടിക്കാൻ ബുദ്ധി വേടാ. ബുദ്ധിയില്ല. പോകുന്നു. ഹിസും ഹിസ് വൈഫും ആണ് തോന്നുന്നു. കുടുംബ കാഴ്ച. പ്രഗ്നന്റ് ആണോ? കാരിങ് ആണോ? മൂട് തിരിച്ചു. എന്താടാ അത്? ഇതോ പോണ് ഗൈസ് നമ്മുടെ സിംഹം സാർ. നല്ല ഏജാണ്. വയസ്സാണാളു സിംഗം സിംഗം. ടാറ്റാ. റൊമാൻസ് അടിക്കാൻ പോണോ നമ്മൾ? സ്നേഹമല്ലേ കൈസ്? വേൽഡായി പൂച്ചക്ക് ഇറങ്ങി ഓടി ദേഷ്യപ്പെട്ട് ഇത്ര നേരം ഉറങ്ങി കിടന്നവരാണ്. ഓ കൂട്ടാത്തിടങ്ങുന്ന ഷോ അടിക്കുക. ഇതിനാടിക്കിനെ കാണിക്കുന്നത്. മര്യാദയ്ക്ക് തന്നെ കിടക്കാൻ സമ്മതിക്കില്ല. എന്നെ ഫീഡ് ചെയ്യാൻ പോകുന്നു ഗൈസ്.
കെട്ട വെക്കണ മുന്നേ കഴിച്ചു തുടങ്ങി. ക്ഷമയില്ല കിട്ടാ. അയ്യോ കാണാൻ പറ്റില്ല. ബ്ലൂ ആൻഡ് യെല്ലോ മക്കാവ്. വെയിലാണ് കാണാൻ പറ്റില്ല. ഓസ്ട്രിച്ച് കടിയിട്ടു കേട്ടോ. കഴിച്ചാട്ടാ പോണേ ടാറ്റാ. ഗൈസ് നമ്മൾ ഉരകങ്ങൾ, അതായത് സ്നേക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു. പക്ഷെ ചിലതൊന്നും അനങ്ങാതിരിക്കുന്നു. എനിക്ക് ഒന്ന് ക്ലോൺസ് എല്ലാം കൊണ്ട് വെച്ചേക്കണം. കുറേ നേരം നോക്കി. അനക്കൊണ്ട് വലുതായി കേട്ടോ, നല്ല വലുതായി, ഭീകര ശക്തം പോലെയായി. ഗൈസ് അങ്ങനെ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇവിടെ കനവൊക്കെ നിന്നിരിക്കുകയാണ്. കാണിച്ചു തരാം. നല്ല വെയിലുണ്ട് ഗൈസ്. ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വെയിൽ താന്നിട്ട് കോളത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പോൾ പോയാൽ ചാവും, മരിക്കും, കരി. പിന്നെ കോളത്ത് പോയിട്ട് വരാം ഗൈസ്. നമുക്ക് വിശന്ന് ചപ്പി വെയിലത്തേടെ നനഞ്ഞത് നമ്മൾ ബിരിയാണി പറഞ്ഞു ഒരു കുഞ്ഞു കടയിൽ. ചിക്കൻ ബിരിയാണി. ഫുഡ് കഴിച്ച് അങ്ങനെ ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. നല്ലൊരു കുഞ്ഞു കടയായിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ല ബിരിയാണി, കുറ്റം പറയാനൊന്നുമില്ല ഗൈസ്. അങ്ങനെ നമ്മൾ കോവളത്തോട്ട് പോവുകയാണ്. ഇനി കോവളത്ത് പോയിട്ട് വരാം ഗൈസ്. ഞാൻ വണ്ടി ഓട്ടിപ്പോൾ നിർത്തി, ഞാൻ ബാക്കി ഇരിക്കും. അതാ ഗൈസ് കോവളം എത്തിയിരിക്കുന്നു. കോവളത്തെത്തിയിരിക്കുന്നു ഗൈസ്. ആൾക്കാർ കുളിക്കണം നോക്കട്ടെ. ഓ വരും വരും വരും, വരണം വരണം, ആളുണ്ട്. കുളിക്കുന്നുണ്ട്. ഇനി കുളിക്കാൻ റെഡി ആയിരിക്കുന്നു ഗൈസ്. കുളിച്ചിട്ട് വരാം. ഫോൺ കൊണ്ടുപോകണില്ല, ഫോൺ കൊണ്ടുപോയി അവിടെ വയ്ക്കാൻ സ്ഥലമൊന്നുമില്ല. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഗൈസ്. കുളിച്ച് കയറിയിരിക്കണം, നല്ല ഫീലും. കുളിച്ചപ്പോൾ ആരുമില്ലായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷെ നൈസായിരുന്നു. കുറേ നാൾക്ക് ശേഷം നല്ലതായിട്ട് കുളിച്ചു. നല്ല വ്യൂ ആണ് ഗൈസ്. സ്ട്രോബെറി ഇവിടെ, റെഡ് വെൽവെറ്റ്. ഓക്കെ, താങ്ക് യു. റെഡ് വെൽവെറ്റ്.
അപ്പോൾ ഗൈസ് ഇവിടുന്ന് പോവേണം. ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങാൻ പോയത് യാത്ര നല്ല വ്യൂ ഗൈസ്, ബ്യൂട്ടിഫുൾ. കുറച്ച് നേരത്തെ നല്ല ഇരുട്ടായി. അപ്പോൾ ഗൈസ് ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ